ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്തം തൊട്ട് 10 ദിവസം ഇങ്ങനെ കാത്തിരുന്ന് ഓണത്തിന് വേണ്ടി നോക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ തിരുവോണ ദിവസം വന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റു, തൃക്കാക്കര അപ്പനെയൊക്കെ വെച്ചു, അരിമാവൊക്കെ അണിയിച്ചു, അട നേദിച്ചു. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്തു. ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു തൃക്കാക്കപ്പനാണ്, നമുക്ക് മേടിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറിയാമല്ലോ, ആ അടയും നേദിച്ച അടയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ഒരു വൈറൽ റെസിപ്പി ഉണ്ടായിരുന്നില്ലേ, നേന്ത്രപ്പഴം നെയ്യിലിട്ട് വഴിച്ചിട്ട് അതിനകത്ത് ശർക്കരപ്പാനിയും അതുപോലെ തേങ്ങാപ്പാലും ഇട്ടിട്ടുള്ള ഒരു ഐറ്റം. അതിനകത്ത് പപ്പടം ഉടച്ച് കഴിച്ചാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര ഹാപ്പിയാണ്, അടിപൊളി കിടു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോയത്, സദ്യ ഉണ്ടാക്കൽ. സദ്യ നല്ല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സദ്യ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പുളിയിഞ്ചിയും സാമ്പാറും മാത്രമായിരുന്നു. ഇത്തവണ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. എന്തായാലും അവരവരുടെ ഓണം വിശേഷങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. സന്ധ്യ ആയപ്പോൾ നമ്മൾ ഉറുമ്പിനെയും കൂടെ ഊട്ടി. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനേക്കാളും ഈ ഓണം എന്ത് നല്ലതാ.